97 തേജസ് മാർക്ക് 1A യുദ്ധവിമാനങ്ങൾക്കായി 66,500 കോടി രൂപയുടെ നിർണായക കരാറിൽ ഒപ്പുവെച്ച പ്രതിരോധ മന്ത്രാലയം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സുമായാണ് കരാർ. 2027 മുതലാണ് പോർ വിമാനങ്ങളുടെ വിതരണം ഉണ്ടാവുക. അജീഷ് ജയകുമാർ ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ പ്രത്യേകത 65% തദ്ദേശീയമായാണ് ഈ ഘടകങ്ങളെല്ലാം തന്നെ വികസിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതുമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ കരാറിൽ ഒപ്പിടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് എടുത്തു പറയേണ്ടത്? സ്മിത, എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു പ്രതിരോധ കരാറാണ് ഇന്ന് ഒപ്പുവെച്ചിരിക്കുന്നത്. അതിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഈ തേജസ് പോർ വിമാനങ്ങൾ നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ട് കരാർ ഒപ്പിട്ടിട്ടുള്ളത്. 97 തേജസ് MK-1A വിമാനങ്ങൾ, പോർ വിമാനങ്ങളായിരിക്കും നിർമ്മിച്ച് നൽകുക. ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി 2027 മുതലായിരിക്കും വ്യോമസേനയ്ക്ക് നൽകുക. 6 വർഷം കൊണ്ട് 97 വിമാനങ്ങൾ നൽകാനാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത്. അതിൽ 68 സിംഗിൾ സീറ്റ് പോർ വിമാനങ്ങളാണ്. അതിൽ 29 ഈ ട്വിൻ സീറ്റ് ആയിട്ടുള്ള പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള പോർ വിമാനങ്ങളാണ്. ഇതിലെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ ഇതിലെ റഡാർ സംവിധാനങ്ങൾ, പ്രത്യേക ആധുനിക സംവിധാനങ്ങൾ അടക്കമുള്ള പോർ വിമാനങ്ങളായിരിക്കും ഇന്ത്യയിൽ നിർമ്മിക്കുക. തദ്ദേശീയമായിട്ട് 65% വരുന്ന ഘടകങ്ങളും തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചതായിരിക്കണം. അതിന്റെ എഞ്ചിനും മറ്റും നേരത്തെ ജനറൽ ഇലക്ട്രിക്സുമായിട്ടും പ്രതിരോധ മന്ത്രാലയം ചർച്ച നടത്തി അവിടുത്തെ എഞ്ചിൻ വരുത്തിയതിനു ശേഷമാണ് ഈ സിംഗിൾ എഞ്ചിൻ തേജസ് പോർ വിമാനം ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. 2021 സമാനമായിട്ട് ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് 83 തേജസ് വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ നൽകിയിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഈ കരാർ കാലതാമസം നേരിട്ടു. അന്ന് 46,000 കോടി രൂപയുടെ പദ്ധതി കരാറായിരുന്നു ഒപ്പിട്ടിരുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടും നൽകാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കൂടുതൽ പോർ വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കരാർ ഒപ്പിടുന്നത്. വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.